ഗസയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ 1.4 മില്യണിലധികം പലസ്തീനികൾ റഫയിലാണ് അഭയം തേടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയും ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെ റഫയെ രക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഉയർന്ന ഓൾ ഐസ് ഓൺ റഫ എന്ന AI ചിത്രമാണിത്. 24 മണിക്കൂറിനുള്ളിൽ ചിത്രം ട്രെൻഡിംഗ് ആയതോടെ വേർ യുവർ ഐസ് ഓൺ ഒക്ടോബർ 7 അഥവാ ഒക്ടോബർ 7 നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്ന വാചകവുമായുള്ള AI ചിത്രം ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നു. ഹമാസ് പ്രവർത്തകൻ ഒരു കുഞ്ഞിനു മുന്നിൽ ആയുധധാരിയായി നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രകാരം ചിത്രത്തിലെ ശിശു ഒക്ടോബർ 7 ഹമാസ് ബന്ദിയാക്കിയ 9 മാസം പ്രായമുള്ള കഫീർ ബിബാസ് ആണെന്ന് അനുമാനിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് AI ജനറേറ്റഡ് ഇമേജ് ഇസ്രായേൽ ഷെയർ ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 44 ദശലക്ഷത്തിലധികം അക്കൗണ്ടുകൾ ഓൾ ഐസ് ഓൺ റഫ എന്ന ചിത്രം പങ്കിട്ടതിന് പിന്നാലെയാണ് ഇത് വരുന്നത്. എക്സിൽ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒക്ടോബർ 7 സംസാരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും നിർത്തില്ല. ബന്ദികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1189 പേർ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ 252 പേരെ ഹമാസ് ബന്ദികളാക്കി. അതിൽ 121 പേർ ഇപ്പോഴും ബന്ദികളായി തന്നെ തുടരുന്നു. എന്നാൽ ബന്ദികളാക്കിയ 121 പേരിൽ 37 പേർ മരിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതേസമയം ഓൾ ഐസ് ഓൺ റഫ പലസ്തീൻ അനുകൂല ചിത്രം 24 മണിക്കൂറിനിടെ 29 മില്യൺ പേരാണ് ഷെയർ ചെയ്തത്. ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസ് ഡയറക്ടർ റിക് പീപ്പർകോണാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന മുദ്രാവാക്യത്തിന്റെ സൃഷ്ടാവ്. റിച്ച ചന്ദ, പ്രിയങ്ക ചോപ്ര, ആലിയ ഭട്ട്, മാധുരി ദീക്ഷിത്, സോനം കപൂർ, സ്വര ഭാസ്കർ, ഇല്യാന ഡിക്രൂസ്, ദിയ മിർസ, വരുൺ ധവാൻ, സാമന്ത റൂത്ത് പ്രഭു, സംവിധായകൻ അറ്റ്ലി, ടെന്നീസ് താരം സാനിയ മിർസ തുടങ്ങി നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ പുറത്തുവിട്ട നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്ന ഇമേജ് സൃഷ്ടാവിന്റെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം നീക്കം ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബെഞ്ചമിൻ ജാമോൻ എന്ന ഇസ്രായേലി ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് ചിത്രം സൃഷ്ടിച്ചത്. പോസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ AI സൃഷ്ടിച്ച ചിത്രം ഇൻസ്റ്റഗ്രാം നീക്കം ചെയ്യുകയും പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ചിത്രം എടുത്തു കളഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പ്രാഥമിക വിശദീകരണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചിത്രം നീക്കം ചെയ്തതിനു പിന്നിൽ ചില സാങ്കേതിക പ്രശ്നമാണെന്നും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് മെറ്റ പ്രതികരിച്ചത്.